മർഷൂഖ്, ജുനൈദ് എന്നിവർക്കെതിരെയാണ് കേസ്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. മാലിന്യം നീക്കം ചെയ്യുന്നതിൽ പരാജയപ്പെട്ട കൊല്ലം കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ BJP സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. BJP തിരുവനന്തപുരം മുൻ ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മാലിന്യം നീക്കം ചെയ്യുന്നതിൽ കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെയാണ് മാലിന്യവും തലയിലേന്തി BJP മാർച്ച് നടത്തിയത്. റെസ്റ്റ് ഹൌസിൽ നിന്നും ആരംഭിച്ച മാർച്ച് കോർപ്പറേഷന് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. എന്നാൽ ബാരിക്കേഡ് ചാടിക്കടന്ന് മാലിന്യവുമായി കോർപ്പറേഷനിലേക്ക് ഓടിയെത്തിയതോടെയാണ് പോലീസുമായി ബലം പ്രയോഗം നടന്നത്. കോർപ്പറേഷൻ ഗേറ്റ് വരെ എത്തിയ കൗൺസിലർ B ശൈലജ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ ഇടപെട്ട് മോചിപ്പിച്ചു. പിന്നീട് കോർപ്പറേഷനു മുന്നിൽ BJP തിരുവനന്തപുരം മുൻ ജില്ലാ അധ്യക്ഷൻ V രാജേഷ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വനിതാ കൗൺസിലർ ശ്രീമതി ശൈലജയെ അവരെ കാൽ വലിച്ചു കെച്ച് സമാധാനപരമായി വന്ന പ്രകടനത്തിൽ വന്ന കൗൺസിലറെ വലിച്ചു കെച്ച് വാഹനത്തിലേക്ക് കയറ്റി. അപ്പോൾ മാലിന്യം മേയർക്ക് സമർപ്പിക്കുന്ന ഒരു സമര പരിപാടി സംഘടിപ്പിച്ചു. 200 മീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് CPM പറയുന്നത് കേട്ടുകൊണ്ട് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തടയുകയാണ്. വൻ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ മാലിന്യ പ്രശ്നം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. ടൂറിസത്തിന് അനന്തമായ സാധ്യതയുള്ള കൊല്ലം പട്ടണം മാലിന്യ കൂമ്പാരമായി മാറി. ഇന്നിപ്പോ കൊല്ലം കോർപ്പറേഷനിലെ പ്രശ്നങ്ങളൊന്നും തന്നെ അഡ്രസ് ചെയ്യാൻ പാടില്ല. അതിന് സമരം വേണ്ട. സംഘർഷത്തിനിടെ പോലീസ് 7ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. BJP കൊല്ലം കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. ഇപ്പോൾ രാഹുൽ മങ്കുടത്തിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. 770 കോടി രൂപ വാങ്ങി കയ്യിൽ വെച്ചിട്ട് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ലയബിളാണ് ഗവൺമെന്റ്. അത് ചെയ്യാത്തതെന്ന് പറഞ്ഞ സീരിയസ് ഇഷ്യൂ എന്തെങ്കിലും പറയുന്നുണ്ടല്ലോ. വയനാട് വിഷയം ഞങ്ങൾ പലതും റേസ് ചെയ്തു. വയനാട് വിഷയം ഞങ്ങൾക്ക് ഈ മൊമെന്റിലും ഇത് സംസാരിക്കുന്ന മൊമെന്റിലും ഇതൊരു വിവാദമാക്കാനോ ഇതൊരു ബാർഗെയിൻ ആക്കാനോ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഇവിടെ ബാർഗെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ സർക്കാരിന് മുന്നിൽ, അതുകൊണ്ടാണ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ സർക്കാരിന് മുന്നിൽ അപേക്ഷ കൊടുക്കുന്നത്. അപേക്ഷ കൊടുക്കുന്നത് സർക്കാരിന് ലയബിലിറ്റിയാണ്, ലീഗൽ ലയബിലിറ്റി ഉണ്ട്. പക്ഷെ ലീഗൽ ലയബിലിറ്റി അതുപോലെ തന്നെ മോറൽ ലയബിലിറ്റിയും സർക്കാരിന് വയനാട്ടിലെ സാധാരണക്കാരെ മനുഷ്യന്മാരോട്. കാരണം നിങ്ങൾ പണം കൊടുത്തില്ലേ സർക്കാർ ദുരിതാശ്വാസം അല്ലേ? അന്ന് കൊടുത്ത പണവും ഗവൺമെന്റ് ഇങ്ങനെ ഒതുങ്ങി വെച്ചേക്കല്ലേ. അന്ന് പണം കൊടുത്തതിന് ശേഷവും അവിടുത്തെ സാധാരണക്കാർ കഴിഞ്ഞ ദിവസം ഭീതിജനകമായ സാഹചര്യം വയനാട്ടിൽ ഉണ്ടാകുമ്പോൾ അതിഭയങ്കരമായ മഴ ഉണ്ടാകുമ്പോൾ